ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ ബഹളം. അമിത്ഷായ്ക്കെതിരെ മുദ്രാവാക്യവുമായി പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിയുടേത് ജനാധിപത്യ വിരുദ്ധവും അധിക്ഷേപകരവുമായ ഭാഷയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഐഷി ഘോഷ് വിഷയം ഉയർത്തി CPM. പോലീസിന്റേത് സ്വാഭാവിക നടപടിയെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേൽ ചർച്ച തുടരും. വടകര അധ്യാപികമാർ ഉൾപ്പെട്ട MDMA കേസിൽ സമഗ്ര അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ്. പ്രൊജക്ട് കോർഡിനേറ്ററോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. BRC അധ്യാപകരുടെ യോഗം വിളിക്കാനും നിർദ്ദേശം. അതേസമയം അധ്യാപികമാർ ഉൾപ്പെട്ട ലഹരിക്കേസ് ഞെട്ടിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. പദ്ധതികളിലെ കാലതാമസം ഒഴിവാക്കാൻ 5 നിർദ്ദേശങ്ങളുമായി സർക്കാർ. വിലക്കയറ്റം തടയാൻ സജീവ ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി. അരിവില നിയന്ത്രിക്കാൻ കൂടുതൽ അരിയും ഗോതമ്പും സംസ്ഥാനത്ത് എത്തിക്കും. മധ്യകേരളത്തിലും വടക്കൻ ജില്ലകളിലും കനത്ത മഴ. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വയനാട്ടിൽ ജാഗ്രതാ നിർദ്ദേശം. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് നിയന്ത്രണം. ക്വാറികൾക്ക് വിലക്ക്. ക്വാറികൾ, ഹോം സ്റ്റേ, റിസോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അഡ്വഞ്ചർ ടൂറിസം സെന്ററുകൾ, ട്രക്കിംഗ് എന്നിവയും നിർത്തിവെക്കണമെന്ന് ഉത്തരവ്. കോട്ടയം തീക്കോയിൽ നവജാത ശിശുക്കളെ മറച്ചു വിൽക്കാൻ ശ്രമിച്ച കേസിൽ ഒരു സ്ത്രീ കൂടി അറസ്റ്റിലായി. പിടിയിലായത് ഇടനിലക്കാരി അനീന. റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന് നിഗമനം. അസം സ്വദേശിയായ യുവതിയുടെ വെളിപ്പെടുത്തലിൽ കുട്ടികളെ വിൽക്കുന്ന മാഫിയയുടെ കണ്ണികൾ തേടുകയാണ് പോലീസ്. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് പ്രതികൾ തട്ടിപ്പിന് വഴിയൊരുക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്ര നേട്ടവുമായി കുൽവീർ സിംഗ്. 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി. ഈ ഇനത്തിലെ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേട്ടമാണ്. വനിതകളുടെ 69 കിലോ ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൗറിന് വെള്ളി. ബോക്സിംഗിൽ മെഡൽ ഉറപ്പിച്ച് 3 താരങ്ങൾ. സ്വർണ്ണ പ്രതീക്ഷയുമായി ശ്രീശങ്കർ ഇന്നിറങ്ങും. ജപ്പാനിൽ അതിശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 13 പേർ മരിച്ചു. ക്യൂഷു ദ്വീപിലെ കുമാമോട്ടോ പ്രവിശ്യയിലാണ് ഭൂചലനം ഉണ്ടായത്. മേഖലയിൽ കെട്ടിടങ്ങൾ തകർന്നതായും ഒട്ടേറെ പേർക്ക് പരിക്കേറ്റതായും ജപ്പാൻ പ്രധാനമന്ത്രി സനായ് ടക്കായിച്ചി പറഞ്ഞു. സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പ്രദേശവാസികളോട് ഉയരമുള്ള ഇടങ്ങളിലേക്ക് മാറാനാണ് നിർദ്ദേശം. കാസർഗോഡ് അജാനൂർ മാണിക്കോത്തെ H1N1 ബാധിച്ച് വീട്ടമ്മ മരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ശക്തമാക്കി. മരിച്ച യശോദയുമായി അടുത്ത സമ്പർക്കമുണ്ടായിരുന്ന 7 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായി ആരോഗ്യവകുപ്പ്. പരിശോധനാ ഫലം ലഭിക്കുന്നതുവരെ ഇവരുടെ ആരോഗ്യനില നിരീക്ഷിക്കും. പനിയും ആരോഗ്യ പ്രശ്നങ്ങളെയും തുടർന്ന് ചികിത്സയിലിരിക്കെ മംഗലാപുരത്തെ ആശുപത്രിയിൽ വെച്ച് തിങ്കളാഴ്ചയാണ് യശോദ മരിച്ചത്. ഇറാഖിൽ US-ന്റെയും സൗദിയുടെയും സംയുക്ത വ്യോമാക്രമണം. ഇറാൻ അനുകൂല ഗ്രൂപ്പിലെ 10 പേർ കൊല്ലപ്പെട്ടു. കിഴക്കൻ ഇറാഖിലെ ഇറാൻ അനുകൂലികളുടെ കേന്ദ്രങ്ങളും ആയുധപ്പുരകളും ലക്ഷ്യമിട്ടുകൊണ്ടാണ് US സൗദി സഖ്യം ആക്രമണം നടത്തിയത്. റിയാദിലെ പെട്രോളിയം കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാഖ് തൊടുത്തുവിട്ട ഡ്രോണുകളെ തടഞ്ഞതായും സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിച്ചാണ് ആക്രമണത്തിൽ പങ്കുചേർന്നത് എന്നും സൗദി പ്രതിരോധ മന്ത്രാലയം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.